AI ക്യാമറ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് വി.ഡി. സതീശനും കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് മന്ത്രി പി. രാജീവും പ്രതികരിച്ചു. സേഫ് കേരള പ്രൊജക്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറ പദ്ധതിയിൽ 132 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. ടെൻഡർ നടപടികൾ കൃത്യമായി പാലിക്കാതെയാണ് കരാർ നൽകിയതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കാൻ ഹർജിക്കാർ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനുള്ള അന്വേഷണം അംഗീകരിക്കാനാവില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ് കിടന്നത്? ഒരു താല്പര്യമില്ല, കോടതിക്ക് താല്പര്യമില്ല. എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന മന്ത്രി പി. രാജീവ്. രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല പൊതു താല്പര്യ ഹർജി എന്ന് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോടതി പഠിപ്പിക്കുകയാണ്. സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് സർക്കാർ വാദം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.